ഹലോ, അപ്പൊ ദേ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ നമ്മളിവിടെ 3 പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് തരം പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് 5 മണിക്കൂറത്തേക്ക് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു തിക്നെസ് തരുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം നമ്മളൊരു ജാറിലോട്ട് ആദ്യം നമ്മുടെ ഫ്രോസൺ ബനാന, പിന്നെ 5 to 10 കാഷ്യൂസ്, പിന്നെ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ നമ്മുടെ ഏലക്കയുടെ കുരു മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേനാണ്, ഹണി, പിന്നെ 5 ടേബിൾ സ്പൂൺ പാല്, ഇപ്പോൾ തിളപ്പിച്ചറിയ പാല്. ഇത് ഇത്രയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല തിക്ക് പേസ്റ്റിലായിരിക്കും വരുന്നത്. സോ നമ്മൾ ഈ ഒരു ബനാന ഫ്രോസൺ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തോട്ട് എന്ത് ചെയ്യുക, ഈ ഒരു മിക്സ്ചർ മാറ്റിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഞാനിവിടെ ബദാമും പിസ്തയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഗെയിൻ ഒരു 4 മണിക്കൂറും കൂടെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേന് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ കിട്ടും. അപ്പം എന്തേ നല്ല അടിപൊളി ഐസ്ക്രീമാണ്. സോ നമുക്ക് ഓരോരോ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാവുന്നതാണ്. ജാൻജുവിന് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.